പേവിഷത്തിനെതിരെ തദ്ദേശീയ വാക്സിൻ. സർ, നമ്മുടെ സംസ്ഥാനത്ത് തദ്ദേശീയമായ ഓറൽ റാബിസ് വാക്സിൻ വികസിപ്പിക്കുന്നതിനൊരു സംരംഭം ആരംഭിക്കും. തിരുവനന്തപുരത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജിയുടെയും കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെയായും ആയിരിക്കും വാക്സിൻ വികസിപ്പിക്കുക. ഈ പദ്ധതിക്കായിട്ട് 5 കോടി രൂപ നീക്കിവെക്കുന്നു. ബലേബേഷ് തെരുവ് നായ്ക്കൾക്ക് പേവിഷ പ്രതിരോധ വാക്സിനേഷൻ കൊടുക്കാനുള്ള നല്ല ഉഗ്രം പരിപാടി. വളർത്തു നായ്ക്കളെ തെരുവ് നായ്ക്കളെ നിങ്ങൾക്ക് ഇനി സൂചി കൊണ്ടുള്ള കുത്തുകൊള്ളണ്ട. വാക്സിനേഷൻ ഇങ്ങനെ കുടിക്കാം. വീട്ടിലെ പോമിക്ക് വാക്സിനേഷൻ കൊടുക്കാൻ സമയമായല്ലോ. ഇത്തവണ എന്തായാലും പാവത്തിന് സൂചി വെച്ച് കുത്തി നോവിക്കണ്ട. നമ്മുടെ സർക്കാർ തുള്ളിമരുന്ന് വാക്സിൻ ഉണ്ടാക്കിയല്ലോ. നിന്റെയൊക്കെ ഭാഗ്യം. ഇനി സൂചി കുത്ത് കൊള്ളണ്ടല്ലോ. ഡോക്ടറെ നമസ്കാരം. നമസ്കാരം. ഡോഗിന് റാബിസ് വാക്സിൻ എടുക്കണം. അതിനെന്താ, നമുക്ക് അന്നത്തെ ആൾക്കാണോ? അന്നത്തെ ആൾക്കല്ല, ഇന്ന് ഇയാൾക്കാണ്. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, സൂചി കുത്തി അവനെ നോവിക്കരുത്. അതിപ്പോ നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. നമുക്ക് ഇഞ്ചക്ഷൻ മാത്രമേ ഉള്ളൂ ഇപ്പൊ നിലവില്. അല്ലാതെ ഇപ്പൊ വേറെ എന്താ ചെയ്യാ? അത് വേണ്ട ഡോക്ടർ, ഈ ഓറൽ വാക്സിൻ ഉണ്ടല്ലോ, തുള്ളിമരുന്ന് വാക്സിൻ, അത് കൊടുത്താൽ മതി. ഡോഗ്സിനുള്ള ഓറൽ വാക്സിന്റെ കാര്യമാണോ ചോദിക്കുന്നത്? അതെ. അത് ഇന്ത്യയിലെങ്ങും വന്നിട്ടുള്ളതായിട്ട് പോലും അറിയില്ല. എന്തായാലും കേരളത്തിലെങ്ങും യൂസ് ചെയ്തിട്ട് അറിയില്ല, നമുക്കാർക്കും യൂസ് ചെയ്യാൻ കിട്ടിയിട്ടുമില്ല അത്. അയ്യോ, അപ്പോൾ കഷ്ടമാവുമല്ലോ. അല്ല ഡോക്ടർ, കഴിഞ്ഞ ബജറ്റ് കണ്ടില്ലായിരുന്നോ? ഈ സംസ്ഥാന സർക്കാർ തന്നെ ഓറൽ റാബിസ് വാക്സിൻ വികസിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. 5 കോടി രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നു. അത് 1 വർഷം മുമ്പല്ലേ അത്. പക്ഷെ അതിൽ പിന്നെ ഒരു ഫെർദർ ഇതുണ്ടായിട്ട് ഒരു ഇമ്പ്രൂവ്മെന്റ്സ് ഒന്നും ഉണ്ടായിട്ടുമില്ല. നമുക്ക് അങ്ങനെ ഒരു വാക്സിൻ യൂസ് ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുമില്ല. ഓറൽ റാബിസ് വാക്സിൻ കൊണ്ട്, അതായത് ഈ തുള്ളിമരുന്ന് വാക്സിൻ കൊണ്ട് എന്താണ് പ്രയോജനം? അതിന്റെ നേട്ടം എന്താണ്? മാത്രമല്ല അതുകൊണ്ട് കൂടുതൽ തെരുവ് നായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകാൻ സാധിക്കുമോ? പെറ്റ് ആനിമലിൽ നോക്കുകയാണെങ്കിൽ അവരെ നീഡിൽ പ്രിക്കിൽ നിന്ന് ഒഴിവാക്കി ടോട്ടലി പെയിൻലെസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ സ്ട്രേ ആനിമൽസിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഒരു സ്ട്രേ ആനിമലിന് വാക്സിൻ എടുക്കണമെങ്കിൽ, വാക്സിനേറ്റ് ചെയ്യണമെങ്കിൽ ട്രെയിൻഡ് പ്രൊഫഷണൽസ് വന്ന് അവരെ പിടിച്ചുകൊണ്ട് പോയി വാക്സിൻ എടുത്തിട്ട് തിരിച്ചു കൊണ്ടുവന്ന് റിലീസ് ചെയ്യണം. ഇപ്പോൾ ഒരു 10 ഡോഗ് ഒരു പോപ്പുലേഷനിൽ വലയിട്ട് പിടിക്കുമ്പോഴത്തെ ഒരു 5 ഓടിപ്പോൾ അതൊരു 50% മാത്രമേ ക്യാപ്ചർ ചെയ്ത് വാക്സിനേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ബാക്കി 50 എവിടെയെങ്കിലും പൊളിക്കുന്നു. പിന്നെ അവരെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കണം. അതായത് നാട്ടിൽ അലഞ്ഞു തിരിയുന്ന തെരുവ് നായ്ക്കളെ മുഴുവൻ ഈ വാക്സിനേഷൻ പരിധിയിൽ ഉൾപ്പെടുത്താൻ നല്ലത് ഈ ഓറൽ വാക്സിനാണ്, അതായത് തുള്ളിമരുന്ന് വാക്സിനാണ് അല്ലേ? തീർച്ചയായും. ചുരുക്കത്തിലപ്പം പേവിഷ തുള്ളിമരുന്ന് വാക്സിൻ ബജറ്റ് പ്രസംഗത്തിലേ ഉള്ളൂ അല്ലേ? പിന്നെ നീഡിൽ പ്രിക്ക് മാത്രമേ ഒരു വഴിയുള്ളൂ. അതായത് ഓറൽ വാക്സിൻ ബജറ്റിലെ ഒരു ബഡായിയായി. പിന്നെ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് അറിഞ്ഞ കാര്യം അപ്പോൾ സത്യമാണ്. അവിടെ ഓറൽ വാക്സിൻ്റെ DPR പോലും ആയിട്ടില്ല. അപ്പം അതുകൊണ്ട് നിനക്ക് കുത്തു കിട്ടുക മാത്രമേ വഴിയുള്ളൂ. പിന്നെ വാക്സിനേഷൻ എടുക്കാതെ ഒളിച്ചു നടക്കുന്ന തെരുവ് നായ്ക്കളുടെ കടി കിട്ടുക മാത്രമേ നാട്ടുകാർക്കും വഴിയുള്ളൂ. ക്യാമറമാൻ പ്രവീൺ ദാസിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.